വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ടിപ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്: സ്റ്റേറ്റ് ദി മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് സെർച്ച് ഫോർ നോളജ് ഓർ ട്രൂത്ത്. നമ്മൾ സെർച്ച് ചെയ്യുക, ഏതെങ്കിലും അറിവ് നേടുന്നതിന്, ഏതെങ്കിലും സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ്, ഓർഗനൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്. നമ്മൾ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ടിൻ്റെ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് സെർച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂത്ത് സെർച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക. അത് ഡേറ്റകളുടെ ശേഖരണമാകാം, അത് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും, അതൊന്ന് വിശകലനം ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ടിൽ എത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: റൈറ്റ് എ നോട്ട് ഓൺ മെഷർ ഓഫ് വേരിയേഷൻ. വേരിയേഷൻ മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളോട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെഷർ ഓഫ് വേരിയേഷൻ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ഓൾസോ കോൾഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേഷൻ മെഷർ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുക. ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് എഴുതാം. എന്താണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി. ഇനി എന്താണ് ഇച്ചിരി കൂടി കൂടുതൽ, കുറച്ചും കൂടി കൂടുതൽ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സ്പ്രെഡ് ഓഫ് എ ഡാറ്റ സെറ്റ്. ഡാറ്റ സെറ്റ് സ്പ്രെഡായി പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപകരണമാണ്, ടൂൾസ് ആണെന്ന് പറയുന്നത് മെഷർ ഓഫ് വേരിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ മെഷർ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ്. അതുപോലെ ഡാറ്റ സെറ്റുകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുക. ഇനി മെഷർ ഓഫ് വേരിയേഷൻസ് ഏതൊക്കെ ടൈപ്പാണെന്നും കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ ആൻസർ ചെയ്ത് വയ്ക്കണം. റേഞ്ച് അല്ലേ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. അപ്പോൾ അതെന്താണ്? മെഷർ ഓഫ് വേരിയേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണെന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം ഡേറ്റകൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ന് പറയുന്നത് മെഷർ ഓഫ് വേരിയേഷൻ എന്ന് പറയാം. അത് മെഷർ ഓഫ് വേരിയേഷൻ ഏതൊക്കെയാണ്? റേഞ്ച് ആകാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആകാം, മീൻ ഡീവിയേഷൻ ആകാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകാം, വേരിയൻസ് ആകാം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ആകാം. ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്: ഡിഫൈൻ ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ എ സാമ്പിൾ സർവേ. നമ്മൾ സാമ്പിൾ സർവേയിലെ ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് or items that the survey aims to study. It includes millions of people or more. It must be clearly defined. It includes all units. എന്താണ് സാമ്പിൾ സർവേയിലെ ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലുടെ അല്ലെ ഐറ്റങ്ങളുടെയോ എന്താണ് ഗ്രൂപ്പ് എൻ്റയറിനെയാണെന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുക. ഓരോ ഇൻഡിവിജ്വൽ വ്യക്തി എടുക്കുമ്പോൾ മൊത്തം ഒരു ഗ്രൂപ്പ് വരും അല്ലേ? ഓരോ ഇൻഡിവിജ്വലിനെ എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം മൊത്തത്തിൽ ഓൾ ഐറ്റംസ് ഉണ്ടാകും അല്ലേ? അതിനെയാണെന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുക. ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, ഓരോ വ്യക്തികളെയും ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തം ഒരു ഗ്രൂപ്പ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐറ്റങ്ങളൊരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുക. അതിന് നമുക്ക് ഇത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓർ മോർ. ഇത്രയും മില്യൺസ് ആയിരിക്കും, അതിൽ കൂടുതലായിരിക്കും എന്ത് അതിനെക്കുറിച്ച് ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റഡി ചെയ്യുക. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി, വളരെ വ്യക്തമായി നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ, എല്ലാ യൂണിറ്റുകളും ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പോപ്പുലേഷൻ. 1-2 വ്യക്തികളല്ല, മൊത്തത്തിൽ ഓൾ യൂണിറ്റുകൾ ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയാൻ സാധിക്കുന്നു. ഫോർത്ത് പോയിന്റ്: വാട്ട് ഈസ്
പ്രോബബിലിറ്റി ഡാറ്റ ആൻഡ് ഇറ്റ്സ് സോഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, പ്രൈമറി ഡാറ്റ എന്താണ്, അതിൻ്റെ സോഴ്സസുകൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഒറിജിനൽ ഡാറ്റ കളക്റ്റഡ് ഫസ്റ്റ് ഹാൻഡ് ബൈ എ റിസർച്ചർ ഫോർ എ സ്പെസിഫിക് സ്റ്റഡി. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റയാണ്, നമ്മൾ ആദ്യമേ കളക്ട് ചെയ്യുന്ന ആ ഒറിജിനൽ ഡേറ്റയാണെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ എന്ന് പറയുക അല്ലേ. കൃത്യമായി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ചർ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ത് ഈ പ്രൈമറി ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുക, ഫസ്റ്റ് ഒറിജിനൽ ഡേറ്റ കളക്ട് ചെയ്യുക, അതിനെയാണെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് ഫസ്റ്റായിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടോ അതൊരു ഒറിജിനൽ ഡേറ്റയാണ്, അതിനെയാണെന്ന് പറയുന്നത്, അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണെന്ന് പ്രൈമറി ഡേറ്റ എന്ന് പറയുക. ഇറ്റ് ഈസ് കളക്റ്റഡ് directly from sources such as surveys, interviews, etc. For the first time, നമ്മൾ ഡാറ്റ ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഏതൊക്കെയാണെന്ന് പറയാം, സർവേ നടത്തുക, ഇൻ്റർവ്യൂ നടത്തുക, ഒബ്സർവേഷൻസ് നടത്തുക, എക്സ്പെരിമെൻ്റ് നടത്തുക, ഇതെല്ലാം എന്താണ് പ്രൈമറി ഡേറ്റയിൽ വരുന്നതാണ്. ഇനി പ്രൈമറി ഡേറ്റ സോഴ്സസ് കൂടി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സോഴ്സസ് നോക്കിക്കേ. ഫസ്റ്റ് സോഴ്സസ് സർവേ ആൻഡ് ക്വസ്റ്റ്യനെയർ. സർവേ ചോദിക്കുന്നു, നമ്മൾ സർവേ നടത്തുമ്പോൾ എന്ത് ചോദിക്കാറുണ്ട്, യെസ് ഓർ നോ, ക്വസ്റ്റ്യനെയർ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റാണ് സർവേ ആൻഡ് ക്വസ്റ്റ്യനെയർ. സെക്കൻഡ് ഇൻ്റർവ്യൂസ് നടത്താറുണ്ട്. തേർഡ് പോയിന്റ് ഒബ്സർവേ ഫേസ് ടു ഫേസ് ഒബ്സർവേഷൻസ് നടത്തുന്നു. ഫോർത്ത് പോയിന്റ് എക്സ്പെരിമെൻറ്റ് നടത്താറുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് ഫീൽഡ് ഗ്രൂപ്പ് വർക്ക്, ഫീൽഡിലേക്ക് നമ്മൾ ഗ്രൂപ്പായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ പ്രൈമറി ഡേറ്റയുടെ സോഴ്സസ് ഏതൊക്കെയാണ്, സർവേ ആൻഡ് ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസ്, എക്സ്പെരിമെൻറ്റ്സ്, ഫീൽഡ് ഗ്രൂപ്പ്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് diagrammatic presentation of data? List out different types of diagrams. എന്താണ് ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് വിഷ്വലി റെപ്രസെൻറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ യൂസിങ് ഡയഗ്രാംസ് ടു മേക്ക് ദി ഡേറ്റ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്പയർ ആൻഡ് ഇൻട്രസ്റ്റ് അല്ലേ. എന്താണ് ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ? നമ്മൾ ടി വിയൊക്കെ വിഷ്വലായി പ്രസൻറ്റ് ചെയ്യുന്നു അല്ലേ, ടി വി വിഷ്വലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനിൽ നമുക്ക് വിഷ്വലായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വിഷ്വലായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ടി വി കാണുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ മറ്റൊന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ. അപ്പോൾ ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വേഗം ടി വി കൊണ്ടുവരും അല്ലേ, മീഡിയാസ് കൊണ്ടുവരും അല്ലേ. ഇത് നമ്മൾ പിക്ചറുകളിലൂടെ പ്രസൻറ്റ് ചെയ്യാനും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജിയോമെട്രിക് ഡയഗ്രാംസ്, സെക്കൻഡ് ഫ്രീക്വൻസി ഡയഗ്രാംസ്, തേർഡ് പിക്ടോറിയൽ ഡയഗ്രാംസ്, ലാസ്റ്റ് ലൈൻ ഡയഗ്രാംസ്. ജിയോമെട്രിക് ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ ബാർ ചാർട്ട്, പൈ ചാർട്ട് ഇതൊക്കെ വരുന്നതാണെന്ന് ജിയോമെട്രിക് ഡയഗ്രാംസ് എന്ന് പറയുക. സെക്കൻഡ് കാറ്റഗറി ഫ്രീക്വൻസി ഡയഗ്രാം, നമുക്ക് പഠിച്ചിട്ടുണ്ട് ഹിസ്റ്റോഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി പോൾ, ഇതൊക്കെയാണെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡയഗ്രാംസ് കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുക. തേർഡ് പോയിന്റ് പിക്ടോറിയൽ ഡയഗ്രാംസ്, പിക്ടോഗ്രാംസ് അല്ലേ, നമ്മൾ ടി വി ഒക്കെ കാണുന്നതില്ലേ പിക്ടോഗ്രാം, വിഷ്വൽ പിക്ചേഴ്സ്. ഫോർത്ത് പോയിന്റ് ലൈൻ ഡയഗ്രാം, ലൈൻ ഗ്രാഫ് വരയ്ക്കുക അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്, ജിയോമെട്രിക് ഡയഗ്രാംസ്, ഫ്രീക്വൻസി ഡയഗ്രാം, പിക്ടോറിയൽ ഡയഗ്രാംസ്, ലാസ്റ്റ് പോയിന്റ് ലൈൻ ഡയഗ്രാംസ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ഒജീവ് കർവ്? ഒജീവ് കർവിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ടു ഡിറ്റർമൈൻ ദി മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ, മിഡിൽ വാല്യൂ അല്ലേ, മീഡിയൻ കണ്ടുപിടിക്കാൻ ഒജീവ് കർവിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ടു ഫൈൻഡ് ക്വാർട്ടേഴ്സ് ആൻഡ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് നമ്മൾ പഠിക്കാത്ത ഒരു പോർഷനാണ്. അതുപോലെ ക്വാർട്ടേഴ്സ് നമുക്ക് ക്വാർട്ടേഴ്സും പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്തിലൂടെ ഒജീവ് കർവിലൂടെ സാധിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ് ടു എസ്റ്റിമേറ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയെ കുമുലേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്, ഒജീവ് കർവിലൂടെ സാധിക്കുന്നുണ്ട്, ജീസിലൂടെ. ഫോർ ദ ടു കമ്പയർ ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ
ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തമ്മിൽ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ്, ടു വിഷ്വലൈസ് ദ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സിക്സ്ത് പോയിന്റ്, ടു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് വാല്യൂസ് വിത്തിൻ എ റേഞ്ചിൽ അവിടെ നമ്പർ ഓഫ് വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഒജീവസിൻ്റെ യൂസസ് എന്താണ്? ഫസ്റ്റ് മീഡിയം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു, ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ലാസ്റ്റ് പിന്നെ റേഞ്ചിൻ്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, what is the median and how is it calculated? Median is the middle value of a data set when the values are arranged in ascending or descending order. മീഡിയൻ എന്താണ്? മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റം ഡാറ്റ സെറ്റിലെ മിഡിൽ വാല്യൂവിനെയാണെന്ന്, മിഡിൽ സംഖ്യയാണെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുക. നമുക്ക് തരുന്ന ഡേറ്റകളെ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ല ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയതിന് ശേഷം മിഡിൽ വരുന്ന ഐറ്റമാണെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുക. ഹൗ ഈസ് കാൽക്കുലേറ്റ് ദി മീഡിയൻ? മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഡേറ്റകളാണ്, ടേബിളിൽ വരാത്ത ഡേറ്റകളാണ്. ടേബിൾ തരാതെ റോ ഡേറ്റ വരുന്നു. അതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അറേഞ്ചിങ് ഡേറ്റിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അത് ഇഫ് ദി നമ്പർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ നമ്പറാണ് അല്ലേ, മിഡിൽ വരുന്ന നമ്പറാണ്. ഇതാണെന്ന് പറയുന്നത് മീഡിയൻ. നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അതിനുശേഷം അതിന് മിഡിൽ വരുന്ന ഓഡ് നമ്പർ ആയിരിക്കും. സെക്കൻഡ് വരുന്നത് ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ ഫ്രീക്വൻസി ടേബിൾ വെച്ച് തരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീനിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻസ്. മെറിറ്റ്സ് ഓഫ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീനിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കൺസിഡേഴ്സ് ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഐറ്റങ്ങളും പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക അല്ലേ. സെക്കൻഡ് പോയിന്റ്, ബെസ്റ്റ് ഫോർ മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻസ്. ഏറ്റവും ബെസ്റ്റായ മൾട്ടിപ്പിൾ റിലേഷൻ ബെസ്റ്റ് മെത്തേഡാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. തേർഡ് പോയിന്റ്, ലെസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഒത്തിരിയേറെ അഫക്റ്റ് ചെയ്യാത്തൊരു മെത്തേഡാണെന്ന് പറയുന്നത് ജോമെട്രിക് മീന്. ഫോർത്ത് പോയിന്റ്, യൂസ്ഫുൾ ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻഡെക്സ് നമ്പർ. ഈ മെത്തേഡ് ജിയോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ ഇൻഡെക്സ് നമ്പറും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ജോമെട്രിക് മീൻ എന്ന് പറയുക. ഫിഫ്ത്ത് പോയിന്റ്, ഓൾവേസ് ഗീവ്സ് എ കോൺസ്റ്റൻറ്റ് ആവറേജസ്. ഇവിടെ നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കാം? കോൺസ്റ്റൻ്റായി വരുന്ന ആവറേജസും കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് വരുന്നത്? എല്ലാ ഐറ്റങ്ങളെയും പരിഗണിച്ചിട്ടായിരിക്കും ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് ഏറ്റവും ബെസ്റ്റുമായ മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻ മെത്തേഡാണ്. അതുപോലെ എക്സ്ട്രീം വാല്യൂസിനെ അത്രയേറെ അഫക്റ്റ് ചെയ്യാത്തൊരു മെത്തേഡാണ്. അതുപോലെ കോമ്പൗണ്ട് ഇൻഡെക്സ് നമ്പർ യൂസ്ഫുള്ളായ ഒരു മെത്തേഡാണ്. അതുപോലെ എപ്പോഴും ആവറേജ് കോൺസ്റ്റൻ്റായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ്, ഡിമെറിറ്റ്സ് ഓഫ് ജോമെട്രി. ഫസ്റ്റ്, ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് സീറോ ബാലൻസ്. ഈ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ്? സീറോ ബാലൻസ് ലഭിക്കാറില്ല. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിമെറിറ്റ്സ്. സെക്കൻഡ്, ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് മാനുവലായിട്ട് നമ്മൾ കമ്പ്യൂട്ട് വളരെ ഡിഫിക്കൽട്ടിയാണ് അല്ലേ. നമുക്ക് ലോഗരിതമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യണ്ടേ, അപ്പോൾ ഒത്തിരിയേറെ ഡിഫിക്കൽട്ടാണെന്ന് പറയാം. തേർഡ് പോയിന്റ്, സെൻസിറ്റീവ് ടു വെരി സ്മോൾ വാല്യൂസ്. വളരെ സ്മോൾ വാല്യൂസ് ആയിരിക്കും നമുക്കത് സെൻസിറ്റീവ്. അതുകൊണ്ട് അത് സെൻസിറ്റീവാണ്. സെൻസിറ്റീവിൽ നിന്ന് സ്മോൾ വാല്യൂയിലേക്കാണത് പോകുക. ബിഗ് വാല്യൂ നിന്ന് സ്മോൾ വാല്യൂയിലേക്കാണത് പോകുക. ഫോർത്ത് പോയിന്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഡേറ്റ ടൈപ്സ്. എല്ലാ ടൈപ്പ് ഡേറ്റകളെ അപേക്ഷിച്ച് ഒരിക്കലും അനുയോജ്യമായൊരു മെത്തേഡല്ല എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ. അപ്പോൾ ഏതൊക്കെയാണ് ഡിമെറിറ്റ്സ് വരുന്നത്? സീറോ വാല്യൂസ് ഒരിക്കലും യൂസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡല്ല, സീറോ ബാലൻസിലേക്ക് എത്തുന്നില്ല. അതുപോലെ മാനുവലി കമ്പ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്മോൾ വാല്യൂയിലേക്കാണ് പോകുക. അതുപോലെ എല്ലാ ടൈപ്സ് ഡേറ്റകളെയും സൂട്ടബിൾ ഒരു മെത്തേഡല്ല എന്ത് ജോമെട്രിക് മീൻ. വാട്ട് ആർ ദി ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്? എന്താണ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടെമ്പററി അപ്സ് ആൻഡ് ഡൗൺസ്. ടെമ്പററി അപ്പും ഡൗണുമായി വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റകളെയാണെന്ന് പറയുന്നത്.
ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ടെമ്പററി, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എന്ന് പറയാൽ ടെമ്പററി കൂടാൻ കുറയും അല്ലേ, അങ്ങനെ രീതിയിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണെന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്. വാട്ട് ആർ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്താന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടെമ്പററി അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ദാറ്റ് ഒക്കേഴ്സ് ഓവർ എ ഷോർട്ട് ടൈം പീരീഡ് ടൈം, ടിപ്പിക്കലി ഡേയ്സ്, വീക്സ്, മന്ത്സ് ഓർ എ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ എന്താണ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ? ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല അല്ലേ. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആകുന്നു. ഇങ്ങനെയുള്ള ഡേറ്റകളാണ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുക. അതിന് നമുക്ക് പറയാൻ സാധിക്കും ഡേ ആകാം, അതുപോലെ തന്നെ വീക്ക് ആകാം, മന്ത് ആകാം, ഇയർലി ആകാം. ഈ രീതിയിലായിരിക്കും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ ടെമ്പററി അപ്പും ഡൗണുമായി വരുന്നത് അല്ലേ. അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് അറിയാം ആ സംഭവം എന്താണെന്ന്. അതിനെയാണ് ഇത് വന്ന ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുക. നെക്സ്റ്റ്, റാങ്ക് കോറിലേഷൻ. ഇറ്റ് ഈസ് എ കോമൺലി യൂസ്ഡ് വെൻ ദി ഡേറ്റ ഓർഡിനൽ വെൻ വാല്യൂസ് ആർ കൺവേർട്ടഡ് ഇൻ ടു റാങ്ക്സ്. ഇങ്ങനെ എഴുതുമ്പോൾ വെൻ ദി വാല്യൂസ് ആർ കൺവേർട്ടഡ് ടു റാങ്ക്, നമുക്ക് തരുന്ന വാല്യൂ കൺവേർട്ട് ചെയ്ത് റാങ്കിലേക്ക് പോകുന്നതിനെയാണ് എന്താ പറയുക, റാങ്ക് കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതെന്താണ്, നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത് റാങ്കിലേക്ക് എത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, റാങ്ക് കോറിലേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ? ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താണെന്ന്. ഇറ്റ് ഈസ് എ കോമൺലി യൂസ്ഡ് ഇൻ റിഗ്രഷൻ അനലൈസിസ് ആൻഡ് ട്രെൻഡ് എസ്റ്റിമേഷൻ ഇൻ ടൈം സീരീസ് ടൈം സീരീസ് മെത്തേഡിലെ ട്രെൻഡ് എസ്റ്റിമേഷനും റിഗ്രഷൻ അനാലിസിസുമായി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് മെത്തേഡ് ലിസ്റ്റ് സ്ക്വയർ. മെത്തേഡ് ലിസ്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കേഷൻ y = a + bx. അപ്പോൾ ടൈം സീരീസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം എഴുതുക. അതിനുശേഷമാണ് ഇത് മെത്തേഡ് ലിസ്റ്റ് സ്ക്വയർ. മെത്തേഡ് ലിസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈം സീരീസിലെ ട്രെൻഡ് എസ്റ്റിമേഷൻ, ട്രെൻഡ് ഇയർ അല്ലേ, നമ്മുടെ ട്രെൻഡ് ഓരോ ഇയറിലും കണ്ടുപിടിക്കുന്നില്ലേ, ആ ട്രെൻഡ് ഇയറും അതുപോലെ റിഗ്രഷൻ അനലൈസ് ഇക്വേഷൻസ് അഡോപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. ഫസ്റ്റ് പ്രൈമറി ഡേറ്റ എന്താണെന്ന് നോക്കാം, സെക്കൻഡറി ഡേറ്റ നോക്കാം. ഫസ്റ്റ് പ്രൈമറി ഡേറ്റ കളക്റ്റഡ് ഫസ്റ്റ് ഹാൻഡ് ബൈ ദി റിസർച്ചർ. ആരാണ് പ്രൈമറി ഡേറ്റ ചെയ്യുന്നത്? റിസർച്ചർ ഫസ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റ എന്ന് പറയുക. സെക്കൻഡറി ഡേറ്റ ഓൾറെഡി കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ബൈ സം വൺ എൽസ്. നമ്മൾ സെക്കൻഡറി ഡേറ്റ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. ഇനി സെക്കൻഡ് പോയിന്റ്, പ്രൈമറി ഒറിജിനൽ സോഴ്സസ് ആണ്. സർവേ, ഇൻ്റർവ്യൂ, എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻസ്, ഇതെല്ലാം എന്താണ് ഒറിജിനൽ സോഴ്സ്. അതിന് പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സോഴ്സ് ആണെന്ന് പറയാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ബുക്സ്, വെബ്സൈറ്റ്, റിപ്പോർട്ട്സ്, ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് സോഴ്സസ് എവിടെ നിങ്ങൾക്ക് കിട്ടും? ബുക്സിൽ നിന്ന് കിട്ടാം, വെബ്സൈറ്റിൽ നിന്ന് കിട്ടാം, റിപ്പോർട്ട്സിൽ നിന്ന് കിട്ടാം, ഗവൺമെൻറ് പബ്ലിക്കേഷനിൽ നിന്ന് കിട്ടാം. ഇതാണ് സെക്കൻഡറി ഡേറ്റ. തേർഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ മോർ ആക്യുറേറ്റ്, വളരെ കറക്റ്റ് ആയിരിക്കും, പരമാവധി കറക്റ്റ് ആയിരിക്കും അല്ലേ. സെക്കൻഡറി ലെസ് കറക്റ്റ് ആകണമെന്ന് യാതൊരു കമ്പൽസറിയുമില്ല. ഇതാണിത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് എഴുതുന്നുണ്ട്. പ്രൈമറി ഡേറ്റ ഫസ്റ്റ് റിസർച്ചർ ആയിരിക്കും ഫസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുക. സെക്കൻഡറി ഡേറ്റയിൽ ആ കളക്ട് ചെയ്ത ഡേറ്റ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റ ഒറിജിനൽ സോഴ്സ് ആയിരിക്കും ഉപയോഗിക്കുക. സെക്കൻഡറി ഡേറ്റയിൽ നമ്മൾ സോഴ്സസിന് വേണ്ടി ബുക്സുകളും വെബ്സൈറ്റുകളും റിപ്പോർട്ട്സും ഗവൺമെൻറ് പബ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നു. തേർഡ് പോയിന്റ്, പ്രൈമറി ഡേറ്റ മോർ ആക്യുറേറ്റ് ആയിരിക്കും, എന്നാൽ സെക്കൻഡറി ഡേറ്റയിൽ ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. Correlation is a statistical measure that describes the strength and direction of a relation between two variables. Correlation is the difference between two variables. രണ്ട് വേരിയബിൾ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതിനാണെന്ന് പറയുന്ന കോറിലേഷൻ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാലും മതി. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു വേരിയബിൾസ് തമ്മിൽ ബന്ധപ്പെടുത്തി റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷനും സ്ട്രെങ്തും മെഷർ ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് കോറിലേഷൻ എന്ന്. ഇനി യൂസസ് ഓഫ് കോറിലേഷൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് അല്ലേ,
നമുക്ക് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് പ്രിഡിക്ഷൻ, പ്രവചിക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ തേർഡ് ബിസിനസ് കൺസേൺ ഉപയോഗിക്കുന്നു. ഫോർത്ത് പോയിന്റ് ഫിനാൻഷ്യൽ അനലൈസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ്. സിക്സ്ത് പോയിന്റ് ക്വാളിറ്റി കൺട്രോൾ. ഏതൊക്കെയാണ് കൊലേഷൻ്റെ യൂസസ്? അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, പ്രഡിക്ഷൻ, ബിസിനസ് ഡിസിഷൻ, ഫിനാൻഷ്യൽ അനലൈസ്, റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ്സ്, ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് സ്ക്യൂനെസ് എന്താണെന്ന്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ മച്ച് ദി ഡാറ്റ ഈസ് സ്പ്രെഡ് ഔട്ട് മോർ ഓൺ വൺ സൈഡ് ഓർ ദ അതർ ഓഫ് ദി മീൻ. സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഒരു സൈഡിൽ മറ്റൊരു സൈഡിലേക്ക് അതിൻ്റെ മീൻ സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡേറ്റ സ്പ്രെഡ് ചെയ്തു. ഒരു മറ്റൊരു സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ മോർ കൂടുതലായിട്ട് എങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? സ്ക്യൂനെസ് എന്ന് പറയുക. ഡിഫറെൻറ്റ് ടൈപ്പ് സ്ക്യൂനെസ്സിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് സ്ക്യൂനെസ് ഇല്ലേ. ഇഫ് മോർ ഐറ്റംസ് ആർ ഫൗണ്ട് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി മോഡ്. റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ വലം നീണ്ടു പോകുന്നല്ലേ, അതിനെയാണെന്ത് പറയുന്നത്? പോസിറ്റീവ് സ്ക്യൂനെസ്. ഇഫ് ദിസ് കേസ് ഫ്രീക്വൻസി കർവ് ഓൾ ഹാവ് എ ലോങ്ങർ ടെയിൽ ടു ദി റൈറ്റ് സൈഡ് അല്ലേ, റൈറ്റ് സൈഡിലേക്കുണ്ടോ പോകുന്നത്, ഇതിനെയാണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുക. നെഗറ്റീവ് സ്ക്യൂനെസ്. ഇഫ് മോർ ഐറ്റംസ് ആർ ഫൗണ്ട് ടു ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മോഡ്. എൻ്റെ മോഡ് ഏത് സൈഡിലേക്ക് പോകുന്നു? മോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, ഇതിനെയാണത് പറയുന്നത് നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുക. ഇൻ ദി കേസ് ഓഫ് ഫ്രീക്വൻസി കർവ് വിൽ ഹാവ് എ ലോങ്ങർ ടെയിൽ ടു ദി ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, അതിൻ്റെ വാല് റൈറ്റ് സൈഡിലേക്കാണ് നീങ്ങുന്നത് അല്ലേ. അതുപോലെ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ മോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് അവിടെ വാല് പോകുന്നത്, അതിൻ്റെ ലോങ്ങർ ടെയിൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നു. Skewness of data points collected or recorded at a regular time. It shows how a quantity changes over time. ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഷോസ് ഹൗ എ ക്വാണ്ടിറ്റി ചേഞ്ചസ് ഓവർ ടൈം അല്ലേ. ഓവർ ടൈമിൽ നമ്മൾ ക്വാണ്ടിറ്റി ചേഞ്ചസ്, എങ്ങനെ ക്വാണ്ടിറ്റി ചേഞ്ചസ് ഷോ ചെയ്യാൻ സാധിക്കും, അതിനെയാണ് എന്ത് പറയുന്നത്? ടൈം സീരീസ് എന്ന് പറയുക. നമുക്ക് എക്സാമ്പിളായി എഴുതാം. ഡെയിലി ടെമ്പറേച്ചർ റീഡിങ്, മന്ത്ലി സെയിൽസ് ബൈ കമ്പനി, ഈ ഇയർലി പോപ്പുലേഷൻ ഓഫ് കമ്പനി, ഇതൊക്കെ നമുക്ക്. അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ടൈമിലും എന്താണ് ക്വാണ്ടിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു ഷോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടൈം സീരീസ് എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് കമ്പോണൻസ് ടൈം സീരീസ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ് ട്രെൻഡ് നോക്കിക്കേ. ട്രെൻഡ് ലോങ് ടൈം ഇൻക്രീസ് ഓർ ഡിക്രീസ്. ലോങ് പീരീഡിൽ എന്താണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആകുന്നതാണ് എന്താ ട്രെൻഡ് എന്ന് പറയുക. സെക്കൻഡ് സീസണൽ റിപ്പീറ്റിംഗ് പാറ്റേൺ അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺസ് വരിക, അതിനാണ് ഇൻ്റർവൽ. റെഗുലർ ഇൻ്റർവെൽ റിപ്പീറ്റഡ് പാറ്റേൺ വരികയാണെങ്കിൽ അതിന് സീസണാലിറ്റി ടൈം സീരീസ് എന്ന്. നെക്സ്റ്റ് സൈക്ലിക്കൽ. ഇറഗുലർ അപ്പ് ഓർ ഡൗൺ മൂവ്മെൻറ്റ് ഓവർ ലോങ് പീരീഡ്. ഇറഗുലർ ആയിരിക്കും, അത് അപ്പാകാം ഡൗൺ ആകാം, അങ്ങനെ മൂവ്മെൻറ്റ് ലോങ് പീരീഡിൽ വരുന്നതാണെങ്കിൽ അതിനെ സൈക്ലിക്കൽ വേരിയേഷൻസ് എന്ന് പറയാം. തേർഡ് ഇറഗുലർ വേരിയേഷൻ, അൺപ്രഡിക്റ്റബിൾ വേരിയേഷൻ, ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പം ടൈംസിൻ്റെ കമ്പോണൻസ് ഏതാണ്? ട്രെൻഡ്, സീസണാലിറ്റി, സൈക്ലിക്കൽ, ഇറഗുലർ. നെക്സ്റ്റ് ജോമെട്രിക് മീൻ എന്താണെന്ന്. It is a type of average that indicates the central tendency of a set of numbers by using the product of their values. Inverse. The geometric mean is nth root of the product of the numbers. Geometric mean എന്ന് പറഞ്ഞാൽ ആവറേജ്, ഒരു ടൈപ്പ് ആവറേജസ് ആണെന്ന് പറയാം. സെൻട്രൽ ടെൻഡൻസിയിലെ ഒരു തരം ആവറേജസ് ആണെന്ന് പറയാം. നമുക്ക് വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു. എന്ന് ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.